ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു അമാദ് ഷോ കണ്ടിരിക്കുകയാണ്. അമാദ് ഷോ വെറും അമാദ് ഷോ എന്ന് പറയാം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമുക്ക് ഒരു ഹാട്രിക്കും കൂടി കാണാൻ പറ്റി. കളിയുടെ വിശകലനം എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കളിയാണ് കളിച്ചത്. ബട്ട് ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ ഒരു ഫൈനൽ തേർഡിൽ വരുമ്പം ആ ഒരു ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഇനിയും കുറച്ചും കൂടി നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവാനുണ്ട്. പിന്നെ സതാംപ്ടൺ ശരിക്കും എന്താ പറയുക, വിറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ 20ാം സ്ഥാനത്തുള്ള റെലഗേഷനിലുള്ള ടീമാണോ എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മാനേജറിനെ മാറ്റിയതൊക്കെ കൊണ്ട് അവരൊന്ന് സെറ്റായി വരികയാണ്. വൻ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സതാംപ്ടൺ ശരിക്കും വിറപ്പിച്ചു. അപ്പോൾ അവരൊരു ഗോള് ഡിസേർവിങ് കൂടി ആയിരുന്നു. പിന്നെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളിയിൽ നിന്നെല്ലാം എങ്ങനെയെങ്കിലും ഈ ഒരു കോർണർ കിക്കൊന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. കാരണം എന്താ പറയുക, ഇപ്പോൾ കോർണറിനും സെറ്റ് പീസിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഗോൾ വഴങ്ങുന്നത്. അതിൽ നിന്ന് ഒരു മുക്തി കിട്ടുന്നില്ല. അതിപ്പം ഭയങ്കര എല്ലാവരും അത് കറക്റ്റ് നോട്ട് ചെയ്ത് എല്ലാ ടീമുകളും അത് നോട്ടും ചെയ്യുന്നുണ്ട്. നമ്മൾ വല്ലാണ്ട് പേടിച്ച് ആ ഒരു കോർണർ കിട്ടിക്കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു ഇതായിട്ടാണത്. പിന്നെ ഇന്നലത്തെ കളിയിൽ എല്ലാവരും നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്പീഡ് കളിയൊക്കെ ഒനാനയൊക്കെ സൂപ്പർ ബ്രില്യൻറ്റ് നല്ല സേവ്. എന്താ പറയുക, നമ്മൾ ആ ഇപ്സ്വിച്ച് ടൗണിൻ്റെ പേരും ഡിലാപ്പിൻ്റെ ഒരു സേവ് ഓഫ് ദ വീക്ക് കിട്ടിയിരുന്നല്ലോ, സേവ് ഓഫ് ദ മന്ത് കിട്ടിയിരുന്നു. സെയിം ആയിരുന്നു. അടിപൊളി സേവ് ആയിരുന്നു. ഡബിൾ സേവ് ചെയ്തത്. അത് രണ്ടാമത്തെ സേവ് വൻ സേവ് ആയിരുന്നു. അത് എല്ലാവരും അടിപൊളിയായിരുന്നു, നല്ലവണ്ണം കളിച്ചിട്ടുണ്ട്. ഹൊയ്ലുണ്ട് മാത്രമാണ് ഒരു പൊടിക്ക് എന്താ പറയുക താണു നിൽക്കുമെന്ന് പറയുക. കാരണം നമ്മുടെ ആ ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഹൊയ്ലുണ്ട് ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു റൺ ചെയ്ത് നല്ലൊരു പാസ് ഗർനാച്ചോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗർനാച്ചോ അത് ഫിനിഷ് ചെയ്തില്ല. അത് ഫിനിഷിങ് നമുക്ക് കുറേ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ബട്ട് എടുത്ത് പറയാൻ അമാദ് ഒരു രക്ഷയില്ല. കാരണം എങ്ങനെയാന്നൊക്കെ എല്ലാ കളിയും ഇപ്പം അവനെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ആ ഒരു രൂപത്തിലാണ്. പിന്നെ ബാക്കി എല്ലാം ഡിഫെൻസിലും നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് യോറോനെ വല്ലാണ്ട് വെള്ളം കുടിപ്പിച്ച ആളാണ്. എനിക്ക് ആ ഒരു സതാംപ്ടൻ്റെ ആ യോറോൻ്റെ ആ ഒരു പൊസിഷനിൽ കളിച്ച സതാംപ്ടൻ്റെ ഒരു വിങ്ങറുണ്ട്. ഏത് ജാതി പേസാണ് അവന്. യോറോനൊന്നും ഓടിയിട്ട് എത്തുന്നില്ല. ആ പ്ലെയറിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ബട്ട് അവൻ ശരിക്കും യോറോനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ കളിക്കാരനാണോ ചെറിയ കളിക്കാരനാണ്. കാരണം അതുകൊണ്ട് മാത്രമാണ് ആ സൈഡിൽ നിന്ന് കുറച്ച് ഗോൾ കയറാൻ. ആ സൈഡിൽ നിന്ന് തന്നെയാണ് അവരുടെ അധിക കളിയും അറ്റാക്കും എല്ലാം വന്നത്. അടിപൊളിയായിട്ട് കളിച്ചു, സാധാരണ അടിപൊളിയായിട്ട് കളിച്ചു. ബട്ട് നമ്മൾ നല്ലൊരു കംബാക്കാണ് നടത്തിയത്. പിന്നെ എടുത്ത് പറയേണ്ടത് കളിയുടെ ഗതി മാറ്റിയ ഒരേ ഒരാൾ ജോഷുവ സിർക്സി. ഹാറ്റ്സ് ഓഫ്. എന്താ പറയുക, ആ ഒരു സബ് വന്നപ്പോൾ സിർക്സിനെ എല്ലാവരും ഫാൻസ് പോലും ആ ഒരു എന്താ പറയുക, ഒരു 30 മിനിറ്റിൽ നമ്മുടെ ആ ഒരു മിഡ് ഫുള്ള് ബ്ലാങ്ക് ആയപ്പോൾ ബ്രൂണോന് റെഡ് കിട്ടിയ ആ ഒരു മാച്ചിൽ, ബ്രൂണോ ഇല്ലാത്ത സസ്പെൻഷനുള്ള മാച്ചിൽ അവനെ സബ് ചെയ്തപ്പോൾ എല്ലാവരും സ്വന്തം ഫാൻസ് പോലും ബൂ ചെയ്തിരുന്നു, കൂക്കി വിളിച്ചിരുന്നു. ബട്ട് അതിന് ശേഷമുള്ള എല്ലാ കളിയും സിർക്സി സബ്ബായിട്ട് വന്നിട്ട് നമുക്ക് ശരിക്കും ഒരു സൂപ്പർ സബ് എന്നുള്ള പോലെയാണ് ഇപ്പോൾ സിർക്സി ഉള്ളത്. നല്ല കളി. ഹീ ഈസ് അഡാപ്റ്റിംഗ് വെരി വെൽ. ചങ്ങായി എന്തായാലും കുറച്ചും കൂടി അവനൊരു ടൈം കൊടുത്താൽ സെറ്റപ്പായി വരും. കാരണം ഇന്നലത്തെ കളി കണ്ട എല്ലാവർക്കും മനസ്സിലാവും, പുള്ളി ആ ഒരു ക്രിയേറ്റ് ചെയ്ത സ്പേസൊക്കെ ഉണ്ടല്ലോ, അയ്യോ ഒരു രക്ഷയില്ല, വേറെ ലെവൽ എന്ന് പറയാൻ പറ്റും. കാരണം പുള്ളി ബോൾ റിസീവ് ചെയ്യുന്നതായിക്കോട്ടെ, ബോൾ റിസീവ് ചെയ്തതിന് ശേഷം ആ പുള്ളിക്കാരൻ്റെ ആ ഒരു വിഷൻ, സിർക്സിൻ്റെ ആ ഒരു വിഷനിൽ അവൻ കൊടുക്കുന്ന പാസുകളും, ശരിക്കും സിർക്സി കളി മാറ്റി എന്ന് തന്നെ പറയാം. എല്ലാവരും കളി കണ്ട എല്ലാവർക്കും അതറിയാൻ പറ്റും, ജോഷുവ സിർക്സി മാറ്റി. പിന്നെ ഗർനാച്ചോനെ എടുത്ത് പറയുകയാണെങ്കിൽ ഗർനാച്ചോവും ലോഡ്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബ്രൂണോൻ്റെ അടുത്തുനിന്നും നല്ല രീതിയിൽ കളി വരുന്നുണ്ട്. ബട്ട് ആ അറ്റാക്കിലുള്ള ആ ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം അത് നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്.
ഇവന്മാരാണെങ്കിൽ ഒരു സൈനിങ്സ് നടത്തുന്നുമില്ല, ആരും പോകുന്നുമില്ല. എന്താ പറയുക. പിന്നെ അതുപോലെ വേറെ ഒന്ന് എടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോബി കോളിയർ എന്തായാലും ഇനി ഒരു ലോണിലോ ഒന്നിലും പോകില്ല അമോറിം തന്നെ പറഞ്ഞു. കാരണം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എറിക്സൻ്റെയും കസമേറോൻ്റെയും അവരെയൊക്കെ കടത്തി വെട്ടി അമോറിം ഇവനെ ഇറക്കണമെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ ടോബിയുടെ അടുത്തുള്ള സംഭവം അമോറിമിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ മുന്നിലേക്ക് വരുന്നത്. പിന്നെ ആ സെക്കൻഡ് ഗോളിന് എറിക്സൺ കൊടുത്ത പാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിരുന്നു. അത് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ്, നല്ല അടിപൊളി ചിപ്പായിരുന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അമാദിൻ്റെ 3 ഗോളുകൾ നല്ല ഗോളായിരുന്നു. കാരണം പ്രസ്സിങ്ങിൽ അമാദിനെ കഴിച്ചിട്ടേ ബാക്കി ആരുള്ളൂ. കാരണം നമ്മൾ അതാ EFL ടോട്ടൻഹാമിൻ്റെ കളിയിൽ നമ്മൾ കണ്ടതായിരുന്നു. 2 ഗോൾ വന്നതും നമുക്ക് ആ അമാദിൻ്റെ ആ പ്രസ്സിലായിരുന്നു. നല്ല കളിയായിരുന്നു കളിച്ചത്. ബട്ട് സതാംപ്ടണും നല്ലോണം കളിച്ചു. സതാംപ്ടൺ ഒരു ചെറിയ ടീമാണ്. എല്ലാവരും വന്ന് പറയും ഈ ചെറിയ ടീമിൻ്റെ കൂടെ ഇങ്ങനെയാണല്ലോ ജയിച്ചത്. സത്യം തന്നെയാണ്, ശരിയായി വരുന്നുള്ളൂ. ബട്ട് എന്തായാലും നമ്മൾ വിന്നിങ് വേസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ നമ്മൾ ബാക്ക് ടു വിന്നിങ് വേസായി മാറിയിട്ടുണ്ട്. ബട്ട് അടുത്ത കളി ബ്രൈറ്റൻ്റെ കൂടെയാണ്. അത് സതാംപ്ടണിനെ പോലെയല്ല, എല്ലാവർക്കും അറിയാം അത് ഒരു നല്ലൊരു ടീമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റണും ബ്രെൻറ്റ്ഫോർഡൊക്കെ ഇപ്പോൾ വൻ ടീമുകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച എല്ലാ സൺഡേ ആണ് കളി വരുന്നത്. സൺഡേ എന്താവുന്നൊന്നും അറിയില്ല. ബട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇത് തന്നെ തുടരട്ടെ. പിന്നെ ആ ഒരു പോരായ്മ, ആ ഒരു ഫിനിഷിങ്ങിലുള്ള ഒരു പോരായ്മ കൂടി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് കളി. പക്ഷേ അത് ആ ഫിനിഷിങ്ങിൽ സെറ്റ് ആവണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ട്രൈക്കർ നിർബന്ധമാണ്. ഹൊയ്ലുണ്ട് എനിക്കറിയില്ല അവന് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അവന് കളിക്കാൻ പറ്റാത്തത്. ഞാൻ കുറേ പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇന്ന് കളി കാണാനും ഇരുന്നത്. ഇന്നലെ ഹോയ്ലൻഡിൻ്റെ അടുത്ത് എന്തായാലും ഗോളുകളൊക്കെ വരുന്നു. ബട്ട് ഒന്നും സംഭവിച്ചില്ല. ആകെ മൊത്തം ക്ലാഷ് ആയ പോലെയായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത്. ബട്ട് വീണ്ടും അമാദ് രക്ഷകനായി. അമാദ് അവിടെ ഉണ്ടായിരുന്നു. ഹാട്രിക് അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. എങ്ങനെയെങ്കിലും കംബാക്ക് നടത്തി ജയിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ലാസ്റ്റ് ടൈമിൽ പുള്ളി ഗോളും അടിച്ച് ഹാട്രിക്കും കൂടി അടിച്ചുകൊണ്ട് ഭയങ്കര പെരുത്ത് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഞായറാഴ്ച നമുക്ക് ബ്രൈറ്റൻ്റെ കളിയുടെ വിശകലനമായിട്ട് കാണുന്നതുവരെ ബൈ.